ഇന്നത്തെ ഈ ഒരു സെഷനിലോട്ടേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുവാണ്. നമ്മളുടെ ടിഇ അപ്രോച്ച് ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഒരു മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ നിങ്ങളുടെ എക്സാമിന്റെ ആ ഒരു പ്രഷർ ഒന്ന് ഹോൾഡ് ചെയ്യാനും കുറച്ചും കൂടെ കൺട്രോളബിൾ ആക്കാനും അതുപോലെ തന്നെ എക്സാമിനെ നല്ല രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കുറച്ച് ഷോർട്ട് ട്രിക്സുകളും കുറച്ച് ടെക്നിക്സുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷന്റെ മെയിൻ ആയിട്ടുള്ള അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ സെഷന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്ന് നമ്മളുടെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തത്. അതുപോലെ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ കൂടെയോ അതല്ലാതെ നിങ്ങളുടെ ഡെയിലി ലൈഫിലും കുറച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്ത ഓരോരുത്തരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലോട്ടേക്ക് വെൽക്കം ചെയ്യാണ്. എന്റെ പേര് അക്ഷര, ഞാൻ ഇവിടെ സൈക്കോളജി വെണ്ടർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ എന്റെ കൂടെ തന്നെ നമ്മളുടെ ഫാത്തിമ മാമും കൂടെ ഉണ്ടാവും. നമ്മളുടെ സർട്ടൻ കുറച്ച് കാര്യങ്ങൾ ഫാത്തിമ മാമും കൂടെ ഇന്നത്തെ സെഷനിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ആൻഡ് ഓൾസോ ബിയോണ്ട് ടിഇ എക്സാമിന്റെ അപ്പുറത്തോട്ടേക്ക് നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലും കുറച്ചുകൂടെ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ അതിന്റെ കൂടെ തന്നെ എക്സാമിന്റെ ഡേ എങ്ങനെ പ്ലാൻ ചെയ്യാം, എക്സാമിന്റെ ടൈം എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ മാനേജബിൾ ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പെന്നും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്റെ ആ ഒരു സ്കെഡ്യൂളും കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സുകളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോ അധികം ഇങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോ ഇന്നത്തെ നിങ്ങൾ ആ ഒരു പോസ്റ്ററിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ ടിഇ ഡിസംബറിന്റെ മുന്നേ ആയിട്ട് ഒരു സർട്ടൻ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള സർട്ടൻ കാര്യങ്ങൾ ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് ഒരു ഗുഡ് എക്സാം എക്സ്പീരിയൻസ് എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സാമിനെ ഒരു പേടി എന്നുള്ള ആസ്പെക്ട് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി അപ്രോച്ച് എങ്ങനെ നിങ്ങൾക്ക് എക്സാമിലോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഠിക്കണം, അത് മാൻഡേറ്ററി ആണ്. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ കുറച്ച് ടിപ്പുകളും കുറച്ച് ടെക്നിക്സുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജേർണിന്റെ ഈ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടുക, അതായത് നമ്മുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇയറിന്റെ എൻഡിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് എക്സാമിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഒരു നല്ല റിസൾട്ട് എന്നുള്ളത് നമ്മളുടെ എല്ലാവരും എയിം ആയിരിക്കും. അപ്പൊ അതെങ്ങനെ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മളുടെ അൾട്ടിമേറ്റ് എനർജീനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മളുടെ ഫുൾ ആയിട്ടുള്ള ഒരു ടാലന്റ് എങ്ങനെ പേപ്പറിലോട്ടേക്ക് കൊണ്ടുവരാം, അതിന്റെ കുറെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റും പിന്നെ അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റും എക്സാം ഡേ പ്ലാനിങ് എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇന്ററാക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൂടുതലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഷന്റെ എൻഡിൽ നമുക്ക് കൂടുതലായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് കുറച്ചും കൂടെ നിങ്ങൾ കോപ്പറേറ്റീവ് ആവുക. അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയാ, നമ്മളുടെ ഈ ഒരു സെഷൻ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിരിക്കും. ആൻഡ് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി വെൽക്കം ആണ്. അതായത് നന്നായിട്ട് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇതിന്റെ ജസ്റ്റ് നമ്മൾ സ്ട്രെസ് ആൻസൈറ്റിന്റെ ഉള്ളിലോട്ടേക്കൊക്കെ പോകുന്നതിന്റെ മുമ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. വാട്ട് ആർ യു കറന്റ്ലി ഫീലിംഗ് നൗ? അതായത് ടിഇ മുന്നോട്ടേക്ക് വരികയാണ്. നിങ്ങളുടെ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ടിഇ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ കറന്റ്ലി നിങ്ങൾക്ക് ടിഇന്റെ അപ്രോച്ച് എന്താണ്? ഒരു വൺ വേർഡിലോട്ടേക്ക് നിങ്ങൾക്ക് ഇപ്പോ അതൊന്ന് പിന്നെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഇപ്പൊ ക്യൂരിയസ്, ആങ്ഷ്യസ്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ്, നെർവസ്, നിങ്ങൾക്ക് അങ്ങനെ ചാറ്റ് ബോക്സിൽ ഇടാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ടിഇന്റെ അപ്രോച്ച് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ടിഇനെ നോക്കി കാണുന്നത്? ജസ്റ്റ് ഒരു വൺ വേർഡിലോട്ടേക്ക് നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പറയാം? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ, മൈക്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ ടിഇനെ കാണുന്നത്? നിങ്ങളെ റെസ്പോൺസിനായിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് ചാറ്റുകൾ വരുന്നുണ്ട്. ആങ്ഷ്യസ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ടെൻഷൻ, ഓക്കെ, ആങ്സൈറ്റി, നല്ല നല്ല ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇത്രേ ഉള്ളൂ? ഇത്രയും ഫീലിംഗ് ചെയ്യുന്നുള്ളൂ? ബാക്കി ആർക്കും ഫീലിങ്സ് ഒന്നും ഇല്ലേ? ന്യൂട്രൽ ആണോ? ഓക്കെ, അപ്പോ നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത കുറെ കാര്യങ്ങളിലോട്ടേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ എക്സാമിന്റെ കൂടെ ഏറ്റവും കൂടുതൽ അലൈൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ എക്സാം സ്ട്രെസ് എന്നുള്ളത് ഒരു വേറെ കാറ്റഗറി ആയിട്ട് കണ്ട ആൾക്കാരായിരിക്കാം. അതായത്
എക്സാം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ടെസ്റ്റ്, ഡിക്റ്റേഷൻ, LKG മുതലുള്ള ഡിക്റ്റേഷൻ വരെ നമുക്ക് പേടിയാവും. അതായത് നാളെ ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ടെസ്റ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഒരു സ്റ്റിഗ്മ തന്നെ, ഒരു ഭയത്തിനാൽ ആണ് നമ്മൾ എക്സാമിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഫസ്റ്റ് ബൂസ്റ്റപ്പ് ചെയ്ത് വരുന്നത് സ്ട്രെസ് ആണ്. അപ്പോൾ നമുക്ക് എക്സാമിന്റെ മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ എക്സാമിന്റെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു 2 വീക്ക് അഗോ എക്സാം വരുന്നുണ്ടെങ്കിൽ 2 വീക്ക് ജസ്റ്റ് എഹെഡ് ആയിട്ട് എക്സാം വരുന്നുണ്ട്. അപ്പൊ എക്സാം എന്നുള്ള വാക്കിന്റെ കൂടെ അത്രയും ക്ലോസ്ലി അലൈൻഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നല്ല രീതിയിലെ സ്ട്രെസ് ഉണ്ടാവായിരിക്കും. അതായത് നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് ഇരിക്കുകയാണ്, പഠിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്ട്രെസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒന്നും പഠിക്കാത്ത ഒരാളെ വേണമെങ്കിൽ ലേശം പഠിക്കുന്ന ഒരു രീതിയിലോട്ടേക്ക് എത്തിക്കാൻ ഈ സ്ട്രെസ്സിനെ കൊണ്ട് സാധിക്കും. പക്ഷെ അങ്ങനെയല്ല, ചില ആൾക്കാർക്ക് സ്ട്രെസ് മാനേജബിൾ അല്ലാതിരിക്കും, പഠിച്ചതൊക്കെ മറക്കാനും, പിന്നെ അതുപോലെ ഇത്രയും കാലം അവരുടെ എഫേർട്ട് ഒക്കെ കറക്റ്റ്ലി ബ്ലാങ്ക് ആയി പോകാനൊക്കെ ഈ സ്ട്രെസ് പല രീതിയിലും കാരണങ്ങൾ ആവാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യുക, എന്താണ് എക്സാം സ്ട്രെസ് എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ എക്സാം സ്ട്രെസ് നമ്മളെ ബോഡിനെയും പിന്നെ അതുപോലെ തന്നെ മൈൻഡിനെയും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളെ എക്സാമിന്റെ റിലേറ്റ് എന്ത് സ്ട്രെസ് ആയാലും, എക്സാം സ്ട്രെസ് മാത്രമല്ല, നമുക്ക് ഏത് തരത്തിലുള്ള സ്ട്രെസ് നമുക്ക് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലായിരിക്കും. അതുപോലെ തന്നെ മൈൻഡിലും നമ്മൾ നല്ല രീതിയിൽ, ഇപ്പൊ ഒരാൾ സ്ട്രെസ്ഡ് ആവുന്നുണ്ടെന്ന് നമുക്ക് ചിലപ്പോ മൈൻഡിലുള്ള തോട്ട്സുകൾ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും അവരുടെ ബോഡിയിലുള്ള സൈക്കോളജിക്കൽ ബിഹേവിയേഴ്സിന്റെ അപ്പുറത്തോട്ടേക്ക് ഫിസിയോളജിക്കൽ ബിഹേവിയേഴ്സ് വെച്ചിട്ട് നമുക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ബോഡിയിൽ യൂഷ്വലി കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കൂടുക, അതുപോലെ തന്നെ അവരുടെ പാംസ്, ഇപ്പൊ കൈ കാലൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്വെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതല്ലാതെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഒരു ജിറ്ററി ഫീലിംഗ് ഒക്കെ വയറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതല്ലാതെ നമുക്ക് ഭയങ്കര ഒരു ഡിസിനെസ്, കാര്യങ്ങൾ, നോസിയ വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് പിന്നെ അപ്പറ്റൈറ്റും കാര്യങ്ങളൊക്കെ കുറയും, ചില ആൾക്കാർക്ക് തൊണ്ടയൊക്കെ വരളുന്നത് പോലെയൊക്കെ തോന്നും. ഇതൊക്കെ സ്ട്രെസ്സിന്റെ ഒരു സർട്ടൻ ഭാഗങ്ങളാണ്. അപ്പൊ അത് മൈൻഡിലോട്ടേക്ക് വരുന്ന ആസ്പെക്ടിലോട്ടേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൽ വരുന്ന കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് തോട്ട്സ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സാം ഹാളിലാണ് നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് ജയിക്കുമോ, ഇത് ഞാൻ പാസ് ആവും, ഞാൻ പഠിച്ച ഏരിയാസ് വരുമോ, എന്റെ ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതുപോലെ ഉണ്ടല്ലോ, എല്ലാവർക്കും എന്നെക്കാളും മാർക്ക് കിട്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് ടഫായിട്ട് വീട്ടിലോട്ടേക്ക് തിരിച്ചു പോവുക, വീട്ടുകാരോടത്ത് ഞാൻ എന്ത് പറയും എന്നുള്ള പല തോട്ട്സ് ഇങ്ങനെ റെക്കറന്റ്ലി വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കില്ല സ്ട്രെസ് ഉള്ളപ്പോൾ നമുക്ക് ഉണ്ടാവുക, ഇറാഷണൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആൻഡ് അതിനുപോലെ തന്നെ നമുക്ക് ഓവർ തിങ്കിങ് നല്ല രീതിയിൽ ഉണ്ടാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പിന്നെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത്, ഹോൾ ടിക്കറ്റ് നമ്മുടെ ബാഗിൽ നമ്മൾ തന്നെ ആയിരിക്കും വെച്ചത്, പക്ഷെ അത് കാണുന്നുണ്ടാവില്ല. അത് ജസ്റ്റ് കാണാത്തത് കൊണ്ട് തന്നെ അയ്യോ അത് പോയി, ഞാൻ തിരിച്ചു പോയിട്ട് എടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയങ്കര രീതിയിലുള്ള കൺസേൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ബ്ലേർഡ് ആയിട്ട് പോവുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയ സബ്ജക്ട് പോലും നമ്മൾ ബ്ലാങ്ക് ആയിട്ട് മാറുക എന്നുള്ള പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എക്സാം സ്ട്രെസ് കൊണ്ട്, അല്ലെങ്കിൽ സാധാരണ സ്ട്രെസ് കൊണ്ട് നമുക്ക് കോസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആൻഡ് ഓൾസോ ഫിസിയോളജിക്കൽ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. ആൻഡ് നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കോമൺ തോട്ടിലോട്ടേക്ക് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹാർട്ട് റേസ് ചെയ്യാണ്. ഹാർട്ട് റേസ് ചെയ്യുന്ന സമയത്തോട്ടേക്ക് ആക്ച്വലി നമ്മളെ ബോഡി അതെന്താണ്, ഒരു അലേർട്ടാണ്. അതായത് നമ്മളെ ബോഡി എക്സാമിന് ഒരു ത്രെറ്റ് ആയിട്ട് കാണുന്ന സമയത്താണ്. അതായത് ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ്ലി അതിനെ എടുക്കാം. അതായത് ബോഡി അലേർട്ട് ആവുകയാണ്, കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂട്ടണം, നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം എന്ന് ബോഡി പറയുകയാണ്. പക്ഷെ അതിനെ നമുക്ക് ബാക്കിയുള്ള കുറെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ വലിയ രീതിയിൽ നമ്മളെ ബോഡീന്റെ മേലോട്ടേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് അതിന്റെ നെഗറ്റീവ് എഫക്ട്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ സമയത്ത് ഇപ്പൊ നമ്മളിങ്ങനെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്ന സമയത്ത് നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും, മൈൻഡ് എന്താണ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇന്നത്തെ എക്സാം ഞാൻ ചിലപ്പോൾ മോശമായിട്ട് പോകും, എനിക്ക് ഭയങ്കര രീതിയിൽ സ്ട്രെസ് വരുന്നുണ്ട്, എനിക്കൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ള തോട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വന്ന് കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലേർഡ് ഔട്ട് ചെയ്ത് എല്ലാം കൂടെ നെഗറ്റീവിലോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വേറൊരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ ബ്ലാങ്ക് എന്നുള്ള ഒരു തോട്ടാണ്. അത് ഭയങ്കര കോമൺ ആണ്. നമ്മൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അത്ര പ്രിപ്പയർഡ് ആയിരിക്കും, തലേ ദിവസമൊക്കെ റിവിഷനും റിവിഷനും PYQs ഒക്കെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും, പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയും നമുക്ക് ചിലപ്പോൾ വന്നിരിക്കാം. അത് എന്ന് പറഞ്ഞാലും നമ്മളുടെ ബോഡി അലേർട്ട് ആയതിനു ശേഷം നമുക്ക് അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ബ്ലോക്ക് ചെയ്യപ്പെട്ടു, നമ്മളുടെ സ്ട്രെസ് കാരണം നമ്മളുടെ ഇൻഫോർമേഷൻ നമുക്ക് റിട്രീവ് ചെയ്ത് ബ്രെയിനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ആക്ച്വലി പറ്റുന്നത്.
അപ്പൊ ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നോക്കാം. പക്ഷെ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ച്വലി നല്ലൊരു വേർഷൻ, ഒരു അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള നമ്മുടെ ബോഡിയിലെ ഒരു ഫാക്ടറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മാനേജ് ചെയ്യുന്നത് പോലെ ഇരിക്കും. സീറോ സ്ട്രെസ്, എനിക്ക് പരീക്ഷയ്ക്ക് ഒരു പേടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കും കുഴപ്പമുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിലും പരീക്ഷയ്ക്ക് പേടിയുള്ള ആൾക്കും കുഴപ്പമുണ്ട്. പക്ഷെ നമുക്ക് ഇതൊരു ന്യൂട്രൽ സ്റ്റാൻഡിലോട്ടേക്ക് കൊണ്ടുവരണം, അതിലാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെസ്സിനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് വരുന്നത്. ആൻഡ് നമ്മളുടെ ഒരു ടി എക്സാമിന്റെ കൂടെയായിട്ട് നമുക്ക് ഇത്ര അധികം സ്ട്രെസ് വരാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ മേജർ ഫാക്ടർ എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം റൈറ്റർ ആയിരിക്കണം. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ലേണേഴ്സ് ആയിരിക്കണം. ഫസ്റ്റ് ഇയർ ലേണേഴ്സ് ആവുന്ന സമയത്ത് തന്നെ ടി എക്സാം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് ടി എക്സാം എന്നുള്ള ഒരു ലൈവ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആക്ച്വൽ എന്താണ് അവിടെ നടക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാളിലോട്ടേക്ക് നിങ്ങൾക്ക് പോകണം, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലത്തോട്ടേക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫെമിലിയർ അല്ലാത്തൊരു പ്ലേസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലും ബോധേഡ് ആയി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അപ്പിയർ ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ ഓൾറെഡി PYQസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ആ ഒരു പുതിയ എക്സാം സെന്റർ, ഒരു പുതിയ പാറ്റേൺ, നമ്മൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടുള്ള എക്സാം, അങ്ങനെ കുറെ അൺഫെമിലിയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ലെവൽ കൂടുതലായിട്ടും കൂടാൻ സാധ്യതയുണ്ട്. അതായത് അൺഫെമിലിയർ സിറ്റുവേഷൻസും അൺഫെമിലിയർ ആയിട്ടുള്ള എക്സാംസും അൺഫെമിലിയർ പ്ലേസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ് കൂട്ടാനുള്ള ഒരു കാരണമായേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്യാപ്പിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു ഇതൊരു കാരണം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഇയറിൽ ഉള്ളാവുന്ന സമയത്ത് നമുക്കൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ സെക്കൻഡ് സെം ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കൂൾ ഡൗൺ ചെയ്ത്, കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് അറിയായിരിക്കും. പക്ഷെ ബുക്ക്ലെറ്റ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ബുക്ക്ലെറ്റ് ഒക്കെ കൈ കിട്ടിക്കഴിഞ്ഞ് എക്സാം ഹാളിൽ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ട സാധനമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ലിസ്റ്റ് ഡൗൺ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ കൊണ്ടുപോയി അവിടെ ഉള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് എക്സാം കൊണ്ട് കുറച്ചും കൂടെ നിങ്ങൾ ഓക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ള ആ ഒരു ഫെമിലിയാരിറ്റി കുറവും ഉണ്ടാവും. അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി ഗ്യാപ്പിന്റെ പ്രശ്നമായിരിക്കാം. അതായത് കറന്റ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങളുടെ എക്സാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയോ വേണ്ട ഒരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ഗ്യാപ്പിന് ശേഷം നിങ്ങൾ എടുക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലോട്ടേക്കുള്ള ഒരു ചിന്ത വരികയാണ്, ഓക്കെ ഞാനൊരു ഗ്യാപ്പിന് ശേഷം പഠിക്കുവാണ്, സോ എനിക്കിത് കുറച്ചുകൂടെ ടാസ്ക് ആണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഓൾഡ് ആയി, ഐ എം ടു ഓൾഡ് ഫോർ ദിസ് എന്നുള്ള തോട്ടോ, അതുപോലെ തന്നെ ഈ ഒരു എക്സാം സർക്യൂട്ട്സ് പിന്നെയും ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലോ ഇച്ചിരി ബിസി ആയിട്ട് അതിനുശേഷം വീണ്ടും ഒരു പഠിത്തം എന്നുള്ളത് കുറച്ചുകൂടെ ഒരു എന്താ പറയാ എനിക്ക് പറ്റാത്ത ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നി, അല്ലെങ്കിൽ തോന്നി തുടങ്ങുന്ന തോട്ട്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് പഠിച്ച ആൾക്കാരായിരിക്കും. പക്ഷെ ഈ ഒരു എക്സാം എന്നുള്ള ഫാക്ടർ വരുമ്പോഴാണ് നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ നമ്മളിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുന്നത്. അപ്പോ അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വേറെ കുറച്ച് കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ ആ ഒരു പഠിത്തത്തിന്റെ ടൈമിൽ എടുത്തതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇപ്പൊ കറന്റ്ലി നിങ്ങൾ എടുക്കുന്ന ആൾക്കാരായിരിക്കാം. അതായത് നിങ്ങൾ കറന്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പാരന്റ്സ് ആയിരിക്കാം. ഇപ്പൊ പണ്ട് പഠിച്ച് നടക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് സ്കൂൾ കോളേജസ് ഓൺഗോയിങ് ആയുള്ള ടൈമിലൊക്കെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കുറവാണ്. കാരണം നിങ്ങൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ, നിങ്ങൾ ഒരു ഫാമിലി നടത്തുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും. അപ്പൊ കൂടുതൽ ടൈം പഠിത്തത്തിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല ഇപ്പൊ എക്സാമിന്റെ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ലീവും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരും, നിങ്ങൾ വർക്കിംഗ് ഒക്കെ ആവുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറെ ഇഷ്യൂസും നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ഔട്ട് ആക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാം. കാരണം ടൈം മാനേജ്മെന്റിന്റെ ഒരു ഇഷ്യൂ നല്ല ഫാക്ടർ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനും നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഡെഡ് ലൈൻസ്, ഫാമിലി ഡ്യൂട്ടീസ്, ട്രാവലിംഗ്, അതുപോലെ തന്നെ ഫിനാൻസ് ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു എനർജി ലോ ആവാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിത്തത്തിലോട്ടുള്ള കോൺസെൻട്രേഷൻ കുറയാനും ദാറ്റ് ലീഡ്സ് ടു ഒരു സിറ്റുവേഷൻ ഭയങ്കര രീതിയിൽ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ടൊക്കെ ലീഡ് ചെയ്യാനും നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളൊരു ഹിഡൻ സ്ട്രെങ്ത് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ ഇവിടെ നിങ്ങൾ കാണിക്കുന്ന റെസിലിയൻസ് പവർ ഉണ്ടാവും. നിങ്ങളെ ഫാമിലി ലൈഫ്, വർക്ക് സ്കിൽസ് എല്ലാം രീതിയിലും മാനേജ് ചെയ്യുന്ന ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾ. പക്ഷെ ആ സമയത്ത് ഈ ഒരു എക്സാമും കൂടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആവുന്നത് ആക്ച്വലി. അപ്പൊ ആ ഒരു റെസിലിയൻസ് പവർ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പല മേഖലയിൽ നിങ്ങൾ കാണിച്ച ആൾക്കാരായിരിക്കാം.
അത് നല്ല രീതിയിൽ നമ്മളുടെ ഈ ഒരു എക്സാമിന്റെ കൂടെ ആ ഒരു റെസിലിയൻസ് പവർ നിങ്ങൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി ചെയ്യുന്നതാണ്. അതായത് പ്രോക്രാസ്റ്റിനേഷൻ, അതായത് ലാസ്റ്റ് മൊമെന്റ് വരെ എല്ലാ കാര്യങ്ങളും വെക്കാതെ ടൈംലി ഒരു എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു കാം മൈൻഡിലോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ പറയാം. ആൻഡ് ഇത്രയും നേരം സമയത്ത് നമ്മൾ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ കോൺഫിഡൻസ് എങ്ങനെയാണ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എന്നുള്ള പറ്റി പറഞ്ഞു. അങ്ങനെയൊക്കെ ഇഷ്യൂസിനെയും അതിന്റെ കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയും ഒക്കെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതായത് മേജർലി ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ സ്ട്രെസ് എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ ഓൾറെഡി ഒരുപാട് കേട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യാം, അതിന്റെ സെർട്ടൻ ടിപ്പ് അല്ലെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് എക്സാമിന്റെ സെന്ററിൽ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം ഇപ്പൊ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 days ഒക്കെയാണ് എക്സാമിനുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ ആൻസൈറ്റി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അപ്പോൾ അത് നമുക്ക് എക്സാമിന്റെ ടൈമിൽ ഉപയോഗിക്കാം, എക്സാമിന്റെ തലേ ദിവസം ഉപയോഗിക്കാം, എക്സാമിന് ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന സെർട്ടൻ സ്റ്റെപ്പുകളും സെർട്ടൻ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ 1 നമ്മളുടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ബോക്സ് ബ്രീത്തിങ് ടെക്നിക് ആണ്. ഇപ്പൊ ബോക്സ് ബ്രീത്തിങ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ ബ്രെയിനിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഒരു ബ്ലോക്കേജിന്റെ കാര്യം പറഞ്ഞു, നമുക്ക് മെമ്മറി റിട്രീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിനെ കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് മൈൻഡിന്റെയും ബ്ലഡ് സിസ്റ്റം ഒക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ഓക്സിജൻ കപ്പാസിറ്റി ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മളെ ബോഡീനെ ഈ അലേർട്ടഡ് സ്റ്റേജിൽ നിന്ന് മാറ്റുന്ന, നമ്മളെ ബോഡി ടോട്ടലി ഒരു കാം ആക്കേണ്ട ഒരു ഏറ്റവും നല്ല ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക് ആണ് ബോക്സ് ബ്രീത്തിങ് ടെക്നിക് എന്ന് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. നമുക്കൊരു 3 rounds ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു ബോക്സ് ബ്രീത്തിങ് ടെക്നിക് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം എന്നുള്ളതാണ്. കാം ആൻഡ് ക്വൈറ്റ് അല്ല, അപ്പൊ നമ്മൾ എക്സാമിനേക്ക് ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ പ്രശ്നമില്ല, നമ്മളുടെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതായത് ഭയങ്കര സ്ട്രെസ്ഫുൾ ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം ഉപയോഗിക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബിഗിനർ ആയിട്ട് പോകുന്ന ഒരു ബ്രീതിങ് ടെക്നിക്കാണ് ബോക്സ് ബ്രീതിങ് ടെക്നിക് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഭയങ്കര അഡ്വാൻസ് ലെവലായിട്ട് പോകുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ എക്സാമിനും നിങ്ങളുടെ സ്റ്റഡീസിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കാണിത്. ഇൻഹേൽ ചെയ്യാം, എന്നിട്ട് 1 2 3 4 എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യാം. അതിനുശേഷം എക്സേൽ ചെയ്യുക, അതായത് നമ്മൾ മൂക്കിലൂടെ ശ്വാസം വലിച്ചിട്ട് അത് വായിലൂടെ വിടുക. അതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് 2 സ്റ്റെപ്പുകളും കൂടെ ഉണ്ട്. അതായത് നമ്മൾ മൂക്കിലൂടെ ശ്വാസം വലിച്ചതിന് ശേഷം നമ്മൾ 1 2 3 4 എന്ന് പറഞ്ഞാണല്ലോ കൗണ്ട് ചെയ്തിട്ട് അകത്തോട്ടേക്ക് കയറ്റുന്നത്. അതിനുശേഷം അവിടെ ഹോൾഡ് ചെയ്യാം, എന്നിട്ടും നമ്മൾ ഒരു 1 2 3 4 എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യാം, ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വായിലൂടെ നമ്മളുടെ എടുത്ത ആ ഒരു ശ്വാസം കംപ്ലീറ്റ് റിലീസ് ചെയ്യാം. അതും ഒരു 1 2 3 4 എന്നുള്ള രീതിയിൽ റിലീസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു പൊസിഷനിലും കൂടെ നിൽക്കണം. അതായത് ശ്വാസം എടുക്കാതെ 1 2 3 4 എന്നുള്ള പൊസിഷനിൽ കൂടെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് 3 rounds ചെയ്യുക എന്നുള്ളതാണ് ബോക്സ് ബ്രീതിങ് ടെക്നിക് ആയിട്ടുള്ളത്. അപ്പോ ഈ ഒരു ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടും തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തു നോക്കാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സെഷനിൽ ഇത് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ ഒന്ന് അടിക്കോ? ഓക്കെ, അപ്പോ നമുക്ക് ബോക്സ് ബ്രീതിങ് ടെക്നിക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബോക്സ് ബ്രീതിങ് ടെക്നിക് ആണ്. ഇഫ് പോസിബിൾ നിങ്ങൾക്ക് ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, കുറച്ചുകൂടെ കോൺഷ്യസ് അല്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓൾസോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. കുറച്ചും കൂടെ അതായത് ബോഡി പോസ്ചർ ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ഷോൾഡേഴ്സ് ഒക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് ആൻഡ് ഓൾസോ ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാലൊക്കെ ഒന്ന് നിലത്തുറപ്പിച്ചിട്ട് ഇരിക്കാൻ പറ്റുക. ആൻഡ് കണ്ണടക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ ആണ്. കണ്ണടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു മങ്ങല് പോലെ ആക്കൂലേ, അതുപോലെ ഒന്ന് ആക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയുമ്പോൾ ഇൻഹേൽ ചെയ്യണം. അത് ഞാൻ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പറയാം, അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഒരു 3 rounds നമ്മൾ ചെയ്യുന്നുള്ളൂ.
അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷനിൽ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കണ്ണടക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഹേൽ ചെയ്യാം. 1 2 3 4. ഹോൾഡ് ചെയ്യാം. 1 2 3 4. എക്സേൽ 1 2 3 4. ഇനി എക്സേൽ ചെയ്തത് ഹോൾഡ് ചെയ്യാം. 1 2 3 4. റിപ്പീറ്റ്. ഇൻഹേൽ 1 2 3 4. ഹോൾഡ് 1 2 3 4. Exhale 1 2 3 4. Pause 1 2 3 4. Repeat. Inhale 1 2 3 4. Hold 1 2 3 4. Exhale 1 2 3 4. Pause 1 2 3 4. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിലും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓക്കെ, റിലാക്സിങ്. ഓക്കെ, റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് കുറെ ആൾക്കാർക്ക്. നമ്മളെ ബോഡിയിലുള്ള ഓക്സിജന്റെ കപ്പാസിറ്റി ഒക്കെ ഒന്ന് കൂട്ടുന്നതും മൈൻഡ് ഒന്ന് കൂൾ ആവാനും നമ്മളെ കോൺസെൻട്രേഷൻ കൂട്ടാനൊക്കെ നമുക്ക് ഈ ഒരു കാര്യം ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടുന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ടിഇന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി എക്സാം വരുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഈ കാര്യം ചെയ്യാം. നിങ്ങൾക്ക് എപ്പോ സ്ട്രെസ് ഔട്ട് ആയിട്ട് തോന്നിയാലും, നമുക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നിയാലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര രീതിയിൽ ആൻസൈറ്റി കൂടുകയാണ്. ഇപ്പൊ നമുക്ക് ബ്രീതിങ് അല്ലെങ്കിൽ ഒരു ഭയങ്കര രീതിയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ബോക്സ് ബ്രീതിങ് അത്ര പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് ഇപ്പൊ കിട്ടിയ ആ ഒരു ഇമ്പാക്ട് എപ്പോഴും കിട്ടണമെന്നില്ല. ആൻഡ് ഓൾസോ നമുക്ക് ബ്രീത് ചെയ്യാനുള്ള ഒരു കോൺസെൻട്രേഷൻ ചില സിറ്റുവേഷൻസിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു കൈൻഡ് ഓഫ് കുറച്ച് ബന്ധമുണ്ട്, അതുമായിട്ട് ഒരു കുറച്ച് ബന്ധമുള്ള ഒരു ടെക്നിക്കാണ് 5 സെക്കൻഡ് റീസെറ്റ് എന്ന് പറയുന്നത്. 5 സെക്കൻഡ് റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് കൊണ്ട് നമ്മളെ ബോഡീനെ ഒന്ന് റീസെറ്റ് ചെയ്യാം. നമ്മൾ ഫോണൊക്കെ ഒന്ന് ഹാങ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ കുറച്ച് സ്റ്റക്ക് കുറയും. അത് തന്നെയാണ് ഇവിടെ ആക്ച്വലി ബോഡീനെ ചെയ്യുന്നത്. നമ്മൾ ബോഡി കംപ്ലീറ്റ്ലി ഓവർവെൽം ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പാനിക് മോഡിലായിട്ടിരിക്കുകയാണ്. നമുക്ക് എസ്പെഷ്യലി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് കണ്ണിലൊക്കെ ഒരു 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 മിന്നലൊക്കെ അടിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സൈലന്റ്ലി ഒരു പ്ലേസിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ഡൗൺ ആണ് ചെയ്യേണ്ടത്. 5 4 3 2 1 എന്നുള്ള രീതിയിൽ കൗണ്ട് ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. ജസ്റ്റ് സൗണ്ട് ഒന്നും പുറത്ത് വെക്കാതെ നമുക്ക് മൈൻഡിൽ തന്നെ കൗണ്ട് ഡൗൺ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ബാക്കും അതുപോലെ തന്നെ ഷോൾഡേഴ്സും നെക്കും കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ എക്സാം ഹാളിൽ നമ്മളിങ്ങനെ കൈയൊക്കെ ഒന്ന് പൊട്ടിക്കത്തില്ല, അതുപോലെ കൈയുടെ പാംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു അലേർട്ട്, ഒരു ത്രെറ്റ് എന്നുള്ള പോസ്റ്റർ നമുക്ക് എടുത്തു കളയാൻ പറ്റും. ആൻഡ് ഓൾസോ നമ്മളെ ബോഡി കുറച്ചും കൂടെ ലീൻ ആയിട്ട് ഇങ്ങനെ താഴ്ന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്, അൺസേഫ് ആണ് ബോഡി എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ ബ്രെയിനിലോട്ടേക്ക് പോവുക. അത് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് 5 സെക്കൻഡ് റീസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് പറ്റുമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും എഫക്റ്റീവ് ആയ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് 5 സെക്കൻഡ് റീസെറ്റ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ബ്രീതിങ്ങിന്റെ നേരത്തെ പറഞ്ഞതിന്റെ ഒരു പ്രശ്നം പോലും ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് സ്റ്റക്ക് ഔട്ട് ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് കോപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണ് 5 സെക്കൻഡ് റീസെറ്റ്. അതിനുശേഷം നമുക്കൊരു വേറെ ഒരു ടൂളിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് മൈക്രോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതാണ്. പേര് ഇച്ചിരി ഒരു ടഫ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും, വേറെ ഒന്നുമില്ല. നമ്മൾ ഇമാജിൻ ചെയ്യുക, അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ കുറച്ചും കൂടെ ബോദർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ് ഇത്. അതായത്
നമ്മൾ സെർട്ടൺ സിറ്റുവേഷൻസിന് നമ്മളിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ സിറ്റുവേഷനിലൊക്കെ അൺഫെമിലിയർ ആണ്, നമുക്ക് ടി എക്സാം അറിയില്ല, ആ സിറ്റുവേഷൻ നമുക്ക് പുതിയതായിരിക്കും എന്നുള്ള കൈൻഡ് ഓഫ് രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് സ്ട്രെസ് കോസ് ചെയ്യുന്നത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പോഴേ യൂസ് ചെയ്ത് തുടങ്ങാം. അതായത് എക്സാമിന്റെ ആ ഒരു മൊമെന്റിലല്ല നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടത്, ഇപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ട്രെയിനിങ് നമ്മളെ ബോഡിക്ക് കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ ഡെയിലി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്ത് അതിൻ്റെ കൂടെ ഒരു പ്രാക്ടീസ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു അഡാപ്റ്റിംഗ് സ്കിൽസിനെ കൂട്ടുന്നതാണ് ശരിക്ക് മൈക്രോ വിഷ്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വിഷ്വൽ ഇമേജ് നമ്മൾ ആ ഒരു മൊമെന്റിൽ ഓൾറെഡി ലിവ് ഇൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കലാണ്. കൈൻഡ് ഓഫ് ബ്രെയിൻ ട്രിക്കിംഗ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ഭയങ്കര രീതിയിൽ എക്സാം എന്നുള്ള രീതിയിൽ എക്സാം ഹാൾ ടിക്കറ്റ് കിട്ടി എക്സാമിന് പോകണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തോട്ടേക്ക് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കാം, നിങ്ങൾ എക്സാമിന്റെ ആ ഒരു ദിവസം നിങ്ങൾ എക്സാം ഹാളിലോട്ടേക്ക് ഭയങ്കര കാം ആയിട്ട് പോകുന്ന ആ ഒരു പിക്ചർ നിങ്ങളെ മൈൻഡിലോട്ടേക്ക് കൊണ്ടുവരാം. നിങ്ങൾ അങ്ങനെ എക്സാം ഹാളിലോട്ടേക്ക് പോയി നിങ്ങൾ ആ ഒരു സീറ്റിലൊക്കെ ഇരുന്ന് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആ ഒരു ഫാക്കൽറ്റി തന്നു, അതിനുശേഷം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതെല്ലാം നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ അതിനകത്തേക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് പഠിച്ച ആ ഒരു 100% നിങ്ങൾക്ക് കൊടുത്ത് ആ ഒരു ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റി. അതിനുശേഷം നിങ്ങൾ ആ ഒരു പേപ്പറും കൂടെ കൊടുത്ത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ടേക്ക് ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് വരുന്ന ആ ഒരു പിക്ചർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ലൈക്ക് ഇമാജിനേഷൻ സ്കിൽസിനെ അല്ലെങ്കിൽ നമ്മുടെ വിഷ്വലൈസേഷനെ ഒന്ന് ആക്കിയിട്ട്, അതുപോലെ തന്നെ ബ്രെയിനിന്റെ അഡാപ്റ്റേഷൻ സ്കിൽസ് കൂട്ടാനുള്ള ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ് മൈക്രോ വിഷ്വലൈസേഷൻ. ഇപ്പോഴേ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് കുറച്ചും കൂടെ ഓക്കെ ഇങ്ങനെയാണ് ഇവിടെ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ബോഡീനെ പഠിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കാണ് മൈക്രോ വിഷ്വലൈസേഷൻ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു വിഷ്വലൈസേഷൻ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർമേഷൻസ് ആൻഡ് സെൽഫ് ടോക്ക് ആണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ പാനിക് ആവുകയും സെൽഫ് ഡൗട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മളുടെ ടി എക്സാമിന്റെ മുമ്പായിട്ട് ഉണ്ടാവുക. അപ്പൊ ടി എക്സാം വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇത്രയും കാലം പഠിച്ചത് എനിക്ക് എഴുതാൻ പറ്റൂ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള സെൽഫ് ഡൗട്ടുകളും അതുപോലെ തന്നെ സെൽഫ് ആയിട്ടുള്ള കുറെ ടാലൻസിന്റെ മേലെയൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടാവും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിലോട്ടേക്ക് എന്താണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലപ്പോഴും എക്സാംസ് ഇതുപോലെ തന്നെ പഠിച്ചു പോകും, എന്നിട്ട് ഞാൻ എക്സാമിന്റെ ആ ഒരു സെന്ററിൽ എത്തുമ്പോൾ ഞാൻ ബ്ലാങ്ക് ആയിട്ട് പോകും. അതുപോലെ തന്നെ എനിക്ക് ഒന്ന് റീകോൾ ചെയ്യാൻ ആ ഒരു സിറ്റുവേഷനിൽ പറ്റാറില്ല. ഞാൻ എന്തോ ഈ ഒരു പേപ്പറും അതുപോലെ തന്നെ എനിക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ പണ്ട് ഇതുപോലെ പഠിക്കാതെ എക്സാമിന് പോയ സിറ്റുവേഷൻസിലൊക്കെ എനിക്ക് നല്ല മാർക്ക് കുറവാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പല നെഗറ്റീവ് തോട്ട്സ് നമ്മളെ മൈൻഡിലോട്ടേക്ക് വരും. പക്ഷെ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ടാലന്റിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ അഫർമേഷൻസ് ആൻഡ് പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ അത്യാവശ്യം പഠിച്ച ഒരാളാണെങ്കിൽ, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഒരു 1 year ജേർണി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. 6 months സെമിസ്റ്റർ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അത്യാവശ്യം ഞാൻ എൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി ടൈം എൻ്റെ കൺസ്യൂം ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇത്രയും അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം, നിങ്ങൾ ജസ്റ്റ് ഇനി എക്സാം മാത്രം ഉള്ളൂ നിങ്ങളുടെ മുമ്പിലുള്ളത്, PYQs കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്ത ആൾക്കാരായിരിക്കാം, മോഡൽ എക്സാം ഇവിടുന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു എക്സാം ഐ ആം ക്യാപ്പബിൾ ഓഫ് റൈറ്റിംഗ് എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഫാക്ടർ നമ്മളുടെ ഉള്ളിൽ, ഒരു കോർ ഫാക്ടർ അല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് ആയിട്ടുള്ള ഒരു കോട്ടായിട്ട് നമ്മൾ എപ്പോഴും പറയണം. അതായത് മൈൻഡിന്റെ കൊടുത്ത് പറയണം ഐ ആം ക്യാപ്പബിൾ. ഞാൻ എന്റെ ലൈഫിൽ പല പ്രതിസന്ധികളും നേരിട്ട ഒരാളാണ്, ദിസ് ഇസ് അതിന് അത്രയൊന്നും ഇത് വരത്തില്ല ആൻഡ് ഐ ക്യാൻ ഓവർകം ദിസ് എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരിക. ആൻഡ് ഓൾസോ നമ്മളുടെ ഈ ഒരു പോസിറ്റീവ് ഒരു റിഫ്ലക്ഷൻ നല്ല രീതിയിൽ നമ്മളെ റിസൾട്ടിലും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നെഗറ്റീവായിട്ട് നമ്മൾ എപ്പോൾ ചിന്തിച്ചോ നമ്മളെ റിസൾട്ടും അൾട്ടിമേറ്റ്ലി നമ്മൾ അത് ബ്ലോക്ക് ചെയ്തിട്ട് അതൊരു നെഗറ്റീവിൽ എത്താനുള്ള ചാൻസസ് ആർ ഹൈ. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്നുള്ള ഒരു തോട്ടിലോട്ടേക്ക് നിങ്ങൾ മാക്സിമം ആ രീതിയിലുള്ള തോട്ട്സുകൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഇത്ര നേരം സ്ട്രെസ്സിന്റെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് റീകോള് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പോസ്ചറിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, അതായത് ഇത്ര നേരം നമ്മൾ സ്ട്രെസ്സിനെ എങ്ങനെ മറികടക്കാം അതിന്റെ ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ വരുന്ന സമയത്ത് എങ്ങനെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സാം, ഇപ്പൊ നമുക്ക് അറിയാം നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് കാണിക്കേണ്ട സർട്ടൺ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചിലപ്പോൾ പതറിപ്പോയ ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പൊ എങ്ങനെയാണ് ഓൾ ഓഫ് എ സഡൻ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടുണ്ടാവും. അതായത് എങ്ങനെ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് കുറെ ആൾക്കാർ വരുന്നു, എക്സാമിന് അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ ചോദിക്കുകയാണ് ഇന്ന് ഒരു ഏരിയ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മളെടുത്ത് പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ ഒരു പീക്ക് ലെവലിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് ബിലോ ആവറേജിലോട്ടേക്കും നെഗറ്റീവിലോട്ടേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ആർ ഹൈ. അപ്പോ അത് എങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള സർട്ടൻ കാര്യങ്ങളുണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് റീകോൾ ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഇതിനേക്കാളും വലിയ ഏതെങ്കിലും ഒരു എക്സാമോ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനോ ഹാൻഡിൽ ചെയ്ത ആൾക്കാരായിരിക്കാം. അതായത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ള ഒരു ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നല്ല രീതിയിൽ ഓവർകം ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് ആലോചിച്ച് നോക്കുക. ഓക്കെ, അത്രയും വലിയ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി വർക്ക് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ഹെൽത്ത് ആയിരിക്കാം, പാസ്റ്റിലെ നിങ്ങൾ നേരിട്ട ഏതെങ്കിലും എക്സാംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗത്തിന് ഓവർകം ചെയ്ത ആൾക്കായിരിക്കാം. അതും എല്ലാം പോട്ടെ, നിങ്ങളുടെ ലൈഫിൽ റെഗുലർലി വരുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതും ഞാൻ ഓവർകം ചെയ്യും. നേരത്തെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസിലും സെൽഫ് ടോക്കിലും ഒക്കെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഒരു റീഫ്രെയിം ചെയ്യുക. അതായത് ഐ ക്യാൻ ഡു, അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ ഡു ദിസ് ആസ് വെൽ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കലാണ് ഈ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മളൊരു ഷോർട്ട് സെന്റൻസും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലും, ഇപ്പൊ നമുക്കൊരു സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ പഠിക്കുന്ന ടേബിളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒട്ടിച്ചൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് റിപ്പീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കേൾക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാം. പക്ഷെ അത് നമ്മളുടെ മെന്റലി നമുക്ക് കുറെ മാറ്റങ്ങളും നമ്മളുടെ ഒരു സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്തിനെ എൻഹാൻസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമാണ് പവർ പോസ് എന്നുള്ളത്. പവർ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും എക്സാം ഹാളിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പവർ പോസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ ആരും കാണാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എക്സാം ഹാളിൽ എത്തുന്ന ഒരാളാണെങ്കിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പവർ പോസ് എന്നുള്ളത്. അല്ലെങ്കിൽ ആരും കാണാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നുമില്ല, പവർ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡീനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് പവർ പോസ് ആയിട്ട്. പവർ പോസിന്റെ മിനി വേർഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് സ്ട്രെച്ച് ചെയ്യാം, എക്സാം ഹാളിലൊക്കെ ഇരുന്നിട്ട്. അല്ലാതെ ആക്ച്വൽ പവർ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ കാൽ ഉറപ്പിച്ച് നിർത്തിയതിനു ശേഷം കൈയും കാലും ഒക്കെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നമ്മളെ സ്പൈനൽ കോഡ് ഒക്കെ ഒന്ന് നിവർത്തി നമ്മളുടെ ഷോൾഡേഴ്സ് ഒക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ചെസ്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിൽ ജസ്റ്റ് 30 to 60 സെക്കൻഡ്സിൽ ഒന്ന് പിടിച്ചു നിർത്തുക. അതായത് ഓപ്പൺ പോസ്ചർ നമ്മളെ ബോഡീനെ അൺസേഫ് ആയ സിറ്റുവേഷനിൽ സേഫ് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ബ്രെയിനിലോട്ടേക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതും ഭയങ്കര രീതിയിൽ എഫക്റ്റീവ് ആണ്. ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ എക്സാമിന്റെ മുന്നോട്ടായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വേണമെങ്കിൽ ഒരു പവർ പോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. എക്സാമിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവോ അല്ലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈ ഒരു പവർ പോസ് ഭയങ്കര രീതിയിൽ എഫക്റ്റീവ് ആണ്. കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഒരു എഫക്റ്റീവ് ആവുമോ എന്നുള്ള ഒരു ചിന്ത വരുമെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു പവർ പോസ് എന്നുള്ളത്. അപ്പോ ഇതാണ് നമ്മുടെ ഒരു സ്ട്രെസ് ടൂൾ കിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത്. അതായത് നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളത് ബോക്സ് ബ്രീത്തിങ്, 5 സെക്കൻഡ് റീസെറ്റ്, മൈക്രോ വിഷ്വലൈസേഷൻ ആൻഡ് ഓൾസോ പോസിറ്റീവ് പിന്നെ സെൽഫ് ടോക്കും അതുപോലെ തന്നെ അഫോർമേഷൻ ഗിവിങ്ങും. പിന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ളത് ഒന്ന് സക്സസ് റീകോൾ ആണ്. നമ്മൾ മുമ്പേ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിട്ട് ഫെമിലിയർ ആയിട്ട് നമ്മൾ സക്സസ് ചെയ്ത് ഓവർകം ചെയ്ത സിറ്റുവേഷൻസ് ഒക്കെ ആലോചിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് കോട്ട്സ് ഐ ക്യാൻ, ഐ വിൽ എന്നുള്ള രീതിയിലുള്ള നോട്ട്സ് ഒക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യുന്നതും
പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പവർ പോസ് എന്നുള്ള രീതിയിലും ഹോൾഡ് ചെയ്തിട്ട് നിൽക്കുന്നത് ഒരു 30 to 60 seconds ഒക്കെ നിൽക്കുന്നതും നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ട്രെസ്സിനെ പറ്റിയിട്ടും സ്ട്രെസ് മാനേജ്മെന്റിന്റെയും കോൺഫിഡൻസ് ബൂസ്റ്റിങ്ങിന്റെ കാര്യത്തിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്ക് വരുന്നത് എക്സാം ഡേ സ്ട്രാറ്റജി, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഒക്കെ എങ്ങനെയാണ് കൂട്ടുക, അതിന്റെ നിങ്ങളുടെ ആ ഒരു എക്സാമിന്റെ ആ ഒരു ഡേ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാത്തിമ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. ഫാത്തിമ മാം. ഓക്കെ. സോ ഹായ്, ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോൾ നമ്മുടെ അക്ഷര മാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ടേം എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ കോപ്പ് ചെയ്യണം, അതേപോലെ അത് കോപ്പ് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. സോ ഇനി നമുക്ക് എക്സാം ഡേ സ്ട്രാറ്റജി ആൻഡ് ടൈം മാനേജ്മെന്റ് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു പോർ സ്ട്രാറ്റജി ആണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു എക്സാം ഡേ ചിലപ്പോൾ കുറച്ച് റിസ്കി ആണ് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ് അല്ലെ. കോൺഫിഡൻസും ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്ലാനും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കണം. ഓക്കെ. സോ എന്തുകൊണ്ട് ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് മാറ്റർ ചെയ്യുന്നു ചോദിച്ചാൽ, ഇപ്പോ ഇഗ്നോന്റെ എക്സാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 3 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളത് മാത്രമല്ല, ആ 3 മണിക്കൂറിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾ എങ്ങനെയാണ് അത് എഴുതുന്നത് അല്ലെ, അതിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോയിട്ട് ഇരിക്കുന്ന ആളായിരിക്കാം, പക്ഷെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ അതെങ്ങനെ നിങ്ങളുടെ ആൻസർ പേപ്പറിലേക്ക് എഴുതുന്നു, അപ്പൊ അതിലാണ് നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ ചില ലേണേഴ്സ് എല്ലാം പഠിച്ചിട്ട് പോയതായിരിക്കാം, പക്ഷെ ചിലപ്പോൾ റിസൾട്ട് വരുമ്പോ നിങ്ങൾക്ക് വിചാരിച്ചത്ര മാർക്കോ കാര്യങ്ങളോ ഒക്കെയോ ചിലപ്പോൾ കിട്ടാതെ വരാം. അപ്പം ചിലപ്പോൾ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യാം, കുറയാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പം ഒരു ആൻസറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് ഒത്തിരി നേരം എഴുതിക്കൊണ്ടിരിക്കുക. അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാനിക് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും, പിന്നെ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യത്തില്ല, പിന്നീട് വന്ന് എഴുതത്തില്ല. അതേപോലെ തന്നെ നമ്മള് ക്വസ്റ്റ്യന്റെ ഉത്തരവൊക്കെ എഴുതിയ സമയത്ത് ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വരുമ്പോൾ വളരെ റഷ് ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പം ആ ഒരു ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്, അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ മാർക്കും കാര്യങ്ങളും ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ ചാൻസസ് ഉണ്ട്. ഇതിപ്പം പറയുമ്പോഴത്തേക്കും നിങ്ങൾ സ്ട്രെസ് ഇപ്പം ഓൾറെഡി സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പം ഈ കാര്യങ്ങൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ ക്രിയേറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് അത് മനസ്സിലാക്കി അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കേട്ടിട്ട് നിങ്ങൾ എന്താ പറയാ ഈ ഒരു സ്ട്രാറ്റജീസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊക്കെ ടൈം മാനേജ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈം പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നല്ലൊരു പ്ലാനിലൂടെയാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി കുറയ്ക്കാനും അതേപോലെ സില്ലി മിസ്റ്റേക്സ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഫസ്റ്റ് 10 മിനിറ്റ്സ് എന്തിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ റീഡ് ആൻഡ് കാറ്റഗറീസ്. ഓക്കെ. സോ ആദ്യത്തെ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ഉള്ള ഫസ്റ്റ് 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻറ്റയർ പേപ്പർ ഒന്ന് ഫസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം, ഓടിച്ചിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓർമ്മ വരും. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് തോന്നും, ചിലത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു മോഡറേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നും, ആൻഡ് ചിലത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും ഈസി ആണോ മോഡറേറ്റ് ആണോ ചലഞ്ചിങ് ആണോ എന്ന് നിങ്ങൾ മെന്റലി തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ. സോ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു ലാൻഡ്സ്കേപ്പ് ഫസ്റ്റ് എന്ത് ചെയ്യാം, എഴുതുന്നതിന് മുന്നേ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം, പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെയുള്ള ഒരു സ്കാനിങ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ. അതാണ് നമ്മളുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്.
ഇനിയും അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ മിനിറ്റ് ഈക്വൽ ടു മാർക്ക് റൂൾ എന്നാണ്. സോ മോസ്റ്റ് ഓഫ് ദി എക്സാംസും എന്താണ് 100 മാർക്ക് പേപ്പർ ആയിരിക്കും. 3 മണിക്കൂറിനായിരിക്കും അല്ലെ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡ്യൂറേഷൻ 3 hours അല്ലെങ്കിൽ 180 minutes ആയിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 മാർക്കിന് 1 minute എന്നുള്ള രീതിയിൽ വേണം എന്ത് എഴുതാൻ വേണ്ടിയിട്ട്, എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യണം? എബൌട്ട് ഒരു 7 to 8 minutes വേണം നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോ നിങ്ങൾ എഴുതുന്നത് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ആ ഒരു റൂൾ അനുസരിച്ച് 1.5 to 2 minutes per മാർക്ക് എന്ന് പറയുന്ന റൂൾ അനുസരിച്ചിട്ട് 10 മാർക്ക് ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു 14 to 16 minutes സ്പെൻഡ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ടൈം മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു വാച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ഹാളിൽ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോഴത്തേക്കും ആ ടൈം ഒക്കെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാം, മേക്ക് ഷുവർ ചെയ്യാം. അപ്പൊ അതാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ മിനിറ്റ് ഈക്വൽ ടു മാർക്ക് റൂൾ. ഓക്കെ. ആൻഡ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് അറ്റംപ്റ്റ് ആണ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഈസി ആയിട്ടും, ചിലത് കാണുമ്പോൾ മോഡറേറ്റ് ടൈപ്പ് ആയിട്ടും, ആൻഡ് ചിലത് കാണുമ്പോൾ ചാലഞ്ചിങ് അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടും തോന്നും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഏത് വെച്ചിട്ട് വേണം നിങ്ങളുടെ ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യനിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്താണ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആവണം. ഇപ്പൊ നിങ്ങൾ ഈസി ആയിട്ടുള്ള ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് ഓർമ്മയിലുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ആ ഒരു പേപ്പറിലേക്ക് എഴുതാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്ത് കയറുന്നുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഈസി ആയിട്ടുള്ള എഴുതിയിട്ട് പിന്നെ മോഡറേറ്റിലേക്ക് വരിക. അപ്പൊ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ പാർട്ടിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. സോ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് നമ്മൾ എക്സാം എഴുതുന്നതിൽ ഉപരി സ്മാർട്ട് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഡർ ഓഫ് അറ്റംപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ എക്സാം എഴുതുന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, നോക്കാം. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൈറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള സബ് പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ. നിങ്ങളുടെ ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങളോട് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ ഒരു ആൻസർ ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പൊ എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ കുറെ വാരി നമ്മൾ എഴുതി, പക്ഷെ ഇൻട്രൊഡക്ഷൻ ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്യുന്ന ആള് നോക്കുമ്പോൾ ഇൻട്രോ പാർട്ടിൽ ആ ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു 1 to 2 പോയിന്റ്സ് മാത്രമേ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നഷ്ടപ്പെടും അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതിനുള്ള ഒരു ആൻസർ ഡയറക്ട്ലി തന്നെ ഒരു ഫസ്റ്റ് ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ അത് വായിക്കുന്ന ആ ഒരു വാലുവേറ്ററിന് മനസ്സിലാവും, ഓക്കെ ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലത് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫസ്റ്റ് പോയിന്റ് തന്നെ ഇത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ലൈക്ക് ആൾക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ ആ ഒരു 2 to 3 ലൈൻസിൽ നിങ്ങൾ ഒന്ന് ഒതുക്കാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞിട്ട് ബോഡിയിൽ നിങ്ങൾ എഴുതുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സബ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ നമ്പേർഡ് ലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എഴുതാം. സോ ഇങ്ങനെ എഴുതുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആരാണോ ആൾക്ക് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് നിങ്ങളുടെ പോയിന്റ്സ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഈസി ആയിട്ട് അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി എഴുതുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ചി ആയിട്ട് തോന്നും. അപ്പൊ അവിടെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കൺക്ലൂഷൻ എപ്പോഴും എന്ത് ചെയ്യുക, ഷോർട്ട് ആക്കുക. നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബോഡിയിലായിരിക്കണം. ആൻഡ് ഓൾസോ ഇൻട്രോ പാർട്ടിൽ നിങ്ങളുടെ ആ ഒരു ആൻസറിന്റെ ഒരു ഡയറക്റ്റ് ആൻസർ നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ. സോ അതാണ് റൈറ്റിംഗ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. ഇനിയിപ്പോ ചില എക്സാം സെന്റേഴ്സിൽ പോകുമ്പോൾ ഈ കീ ടേംസും കാര്യങ്ങളും ഒക്കെ അണ്ടർലൈൻ ചെയ്യുന്നത് ചിലപ്പോൾ അവർ വേണ്ടാന്ന് പറയുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് അവർ നേരത്തെ തരും. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻസും കൂടെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാനും. ഓക്കെ.
ഇനി ഇത് കണ്ടില്ലേ? ഇവിടെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒരു മോഡലാണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെന്റ് ഇൻ എക്സാം. ഓക്കെ. അപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ഡിഫറെന്റ് സ്ട്രക്ചറിൽ ഇവിടെ നമ്മൾ ആൻസർ എഴുതിയത് കാണാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് വൺ നോക്കിയാൽ അതിനെ പറഞ്ഞത് ബാഡ്ലി സ്ട്രക്ചേർഡ് എന്നാ. കാരണം അവിടെ ഒരു വലിയൊരു സെന്റൻസ് മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സെന്റൻസിൽ ഈ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല. വളരെ ക്യാച്ചി ആയിട്ട് തോന്നുന്ന ഒന്നും തന്നെ ആ ഒരു ആൻസറിൽ ഇല്ല. സെന്റൻസ് വൈസ് ആണ്. അതിലൊരു ലോങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ. ഇനി ഇവിടെ ഇപ്പുറത്തേക്ക് നോക്കിക്കേ. വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ എടുത്താൽ നിങ്ങൾക്ക് കാണാം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 2 to 3 ലൈൻസിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട് അല്ലെ. ടൈം മാനേജ്മെന്റ് എന്താന്ന് തന്നെ ഫസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ടൈം മാനേജ്മെന്റ് മീൻസ് പ്ലാനിങ് ആൻഡ് യൂസിങ് ദി എക്സാം ടൈം വൈസ്ലി. അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഓക്കെ, ടൈം മാനേജ്മെന്റിനെ കുറിച്ച് കുട്ടിക്ക് അറിയാം എന്നുള്ളത് ഇവാലുവേറ്ററിന് മനസ്സിലാവും. പിന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ബുള്ളറ്റ് പോയിന്റ്സിൽ ആ ഒരു ബോഡി ആള് എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട്. point 1, point 2, point 3, point 4 എന്ന് പറഞ്ഞിട്ട്. പിന്നെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്, കൺക്ലൂഷനിൽ 1 to 2 ലൈൻസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൻസറിനെ നമുക്ക് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് നമുക്ക് എഴുതാം. അപ്പൊ പറയാം. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നല്ല മാർക്കും എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനിയും അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്റ്റക്കായി, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 minutes ഒക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ സ്റ്റക്കാ, നിങ്ങളുടെ മൈൻഡ് ബ്ലാങ്ക് ആയി, നിങ്ങൾക്ക് എന്താ എഴുതേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു 2 minute ആലോചിച്ച് നോക്കുക എന്തെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഒന്നും എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ലീവ് ചെയ്തിട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണം തിരിച്ചു വരാൻ. ഓക്കെ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക. ഓക്കെ. അതാണ് സ്റ്റക്ക് ഓൺ എ ക്വസ്റ്റ്യൻ. അങ്ങനെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ വേറെ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പോയിന്റ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സോ കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും, മൈൻഡിൽ കിട്ടുമായിരിക്കും. അപ്പൊ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് പിന്നീട് വന്ന് എഴുതാനുള്ള ഒരു ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. അത് എന്താ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഒന്നും എഴുതാത്തതിലും ഭേദം എന്താണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാന്നുള്ളത് അല്ലെ. കാരണം എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതേസമയം നിങ്ങൾ കംപ്ലീറ്റ്ലി അത് ബ്ലാങ്ക് ആയിട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്ക് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ. ഇനി നമുക്ക് ഈ പറയുന്ന സ്ട്രാറ്റജിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം തൊട്ടൊന്ന് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് എന്താ പറഞ്ഞത്, നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ആ ഫുൾ പേപ്പർ ഒന്ന് സ്കാൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ മെന്റലി നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻസും ടാഗ് ചെയ്യുക. ഏതാണ് ഈസി ആയിട്ടുള്ളത്, ഏതാണ് മോഡറേറ്റ് ആയിട്ടുള്ളത്, ഏതാണ് ചലഞ്ചിങ് ആയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുക, ടാഗ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മിനിറ്റ് മാർക്ക് റൂൾ, അതായത് ഒരു മാർക്കിന് നമ്മൾ ഒരു 1.5 to 2 minutes എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുന്നത് പോലെ വേണം നമ്മൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻസിൽ നിന്ന് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മോഡറേറ്റിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ഇൻട്രോ പാർട്ടിൽ തന്നെ അതിന്റെ ആ ഒരു ആൻസർ ആ ഒരു 1 ലൈനിൽ അല്ലെ, 1 ലൈനിൽ തന്നെ ആ ഒരു ആൻസർ കിട്ടുന്നത് പോലെ നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കുക. പിന്നെ നിങ്ങൾക്ക് കീ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബോഡിയിൽ യൂസ് ചെയ്യാം. ആൻഡ് ദെൻ കൺക്ലൂഷനിലേക്ക് വരുമ്പോഴും അധികം വലിച്ചു വാരി ഒന്നും എഴുതണ്ട. ഒരു 3 to 4 ലൈൻസ് അല്ലെങ്കിൽ ഒരു 2 to 3 ലൈൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ എക്സാമിന്റെ ഉത്തരം എഴുതുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു മൊമെന്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യാം, ഉത്തരം എഴുതുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരിക. എന്നിട്ട് അതൊന്നും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. നിങ്ങളുടെ മൈൻഡിലുള്ള പോയിന്റ്സ് ഒക്കെ ആലോചിച്ചിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. സോ അതാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് ഓർത്ത് അവിടെ ഒരു അരമണിക്കൂർ നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല അല്ലെ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇനിയും എക്സാം എഴുതുന്ന സമയത്ത് ചില സിറ്റുവേഷൻസ് ഒക്കെ വരുവാണ്. അപ്പം അങ്ങനെ ചില സിറ്റുവേഷൻസ് ഒക്കൂർ ചെയ്യുമ്പം
എങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ. എന്തെങ്കിലും റോങ് ആയിട്ടുള്ള സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ പ്രാക്ടിക്കലി റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതിലൊരു ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാം സെന്ററിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഒരു 10 to 15 മിനിറ്റ് ലേറ്റ് ആയി. ഓക്കെ. അപ്പൊ 10 to 15 മിനിറ്റ് ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എക്സാം ഹാളിലേക്ക് വൺസ് എൻട്രി ചെയ്താൽ പിന്നെ നിങ്ങൾ ആ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കരുത്. കാരണം ഓൾറെഡി 10 to 15 മിനിറ്റ്സ് പോയി. പക്ഷെ അതും പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരുന്നാൽ നമ്മൾക്ക് എൻറ്റയർ എക്സാം എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ ആയിട്ട് കോൺസെൻട്രേറ്റ് എഴുതാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. നിങ്ങൾക്ക് ലോസ്റ്റ് ആയി പോയത് കുറച്ച് മിനിറ്റ്സ് മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ള റിമൈനിങ് മിനിറ്റ്സ് ഉണ്ട് അല്ലെ, അതിൽ നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം ആൻസേഴ്സ് എഴുതാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പം ആദ്യം 10 to 15 മിനിറ്റ്സ് ലേറ്റ് ആയി നിങ്ങൾ എക്സാം ഹോളിലേക്ക് എൻട്രി ചെയ്തു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിൽ ഒരു കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പം ആ സ്കാൻ ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എഗെയിൻ ഈ പറയുന്ന മിനിറ്റ് മാർക്ക് റൂൾ എന്ത് ചെയ്യുക, റിമൈനിങ് ടൈമിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ. 5 ഒരു എന്താ പറയാ മാർക്കിന് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എന്നുള്ളത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. കുറച്ചുകൂടെ ഷോർട്ടർ ഇൻട്രൊഡക്ഷൻസ് കൊടുക്കുക ആൻസേഴ്സ് എഴുതാൻ നേരത്ത്. അതേപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കുക. വളരെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എഴുതുക. കുറെ എക്സാമ്പിൾസ് എഴുതുന്നതിലല്ല കാര്യം, നിങ്ങൾ എഴുതുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണോ. ബിക്കോസ് നിങ്ങൾ പറഞ്ഞ ലേറ്റ് ആയ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾ അവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് സിനാരിയോ 1 എന്ന് പറയുന്നത്. ലേറ്റ് ആയി പോയി, 10 to 15 മിനിറ്റ്സ് ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ടെൻഷനായി സ്ട്രെസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹോൾ എക്സാം ഹോളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് പോയത് പോയി. ബാക്കിയുള്ളത് ഈ ഒരു ടിപ്സ് വെച്ചിട്ട്, ഈ ടിപ്സ് തന്നെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് യൂഷ്വലി നോർമൽ ടൈമിൽ എത്തുന്നത് പോലെ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അതൊന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ഇനിയിപ്പം സിനാരിയോ 2 എന്ന് പറഞ്ഞാല്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഒറ്റ നോട്ടത്തില് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് പാടായിട്ട് തോന്നി. ഓക്കെ. ചില പഠിച്ചൊന്നും ഓർമ്മ വരുന്നില്ല. എഗെയിൻ ഈ പറഞ്ഞ സ്ട്രെസ് ആയി. അപ്പൊ ആ സമയത്ത് ഇപ്പൊ നേരത്തെ അക്ഷര മാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ബോക്സ് ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ. ആരും നിങ്ങളെ നോക്കത്തൊന്നും ഇല്ലായിരിക്കും. അവര് അവരുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സാം എഴുതുകയാണ്. അപ്പൊ അതൊക്കെ സൈലന്റ് ആയിട്ട് ആ ഒരു ബോക്സ് ബ്രീത്തിങ്ങും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പൊ തന്നെ എന്തായി, കുറച്ച് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. പിന്നെ എഗെയിൻ ഈ പറഞ്ഞ സെയിം ടെക്നിക്. ഓക്കെ. നിങ്ങൾ സ്കാൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് സ്കാൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതാണ്, മോഡറേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്, അതേപോലെ ചലഞ്ചിങ് ആയിട്ടുള്ളത് ഏതാണ്, അങ്ങനെയുള്ളതൊക്കെ മാർക്ക് ചെയ്യുക. ആൻഡ് ഏറ്റവും എന്താ പറയുക ഈസി ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ആ ഒരു സ്റ്റെപ്പ് എഗെയിൻ ഈ പറഞ്ഞ സിനാരിയോയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ആൻഡ് റിമെയിൻ യുവർ സെൽഫ് ദാറ്റ് ഇഫ് ഇറ്റ് ഫീൽസ് ടഫ് ടു യു, ഇറ്റ് ലൈക്ലി ഫീൽസ് ടഫ് ടു മെനി അതേഴ്സ് ടു. ഇപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നിയാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ലായിരിക്കും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്നത് ബാക്കിയുള്ളവർക്കും അറ്റ് ദ സെയിം ടൈം അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും. ഓക്കെ. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്യുക. അല്ലാണ്ട് എനിക്ക് മാത്രമാണോ ഈ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് പാടായിട്ട് തോന്നുന്നത്, എനിക്ക് മാത്രമാണ് എക്സാം എഴുതാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്, അങ്ങനത്തെ തോട്ട്സ് ഒന്നും, നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കളഞ്ഞേക്ക്. ബിക്കോസ് ബാക്കിയുള്ളവർ നിങ്ങളെ പോലെ തന്നെ എക്സാം എഴുതാൻ വന്നിട്ടുള്ളവരാണ്. അവർക്കും ചിലപ്പം ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ ആയിരിക്കും അവരും കടന്നു പോകുന്നത്. ഓക്കെ. സോ ആ കാര്യം മനസ്സിൽ ഒന്ന് വെക്കുക. ഇനി നമുക്ക് സിനാരിയോ 3 എന്ന് പറഞ്ഞാല്, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഔട്ട് ആയി. ഓക്കെ. ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല, പഠിച്ചൊന്നും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ അക്ഷരമം പറഞ്ഞിട്ടുള്ള ആ ഒരു 5 സെക്കൻഡ് റീസെറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. ഓക്കെ. 5 4 3 2 1 എന്നുള്ള കൗണ്ട് ചെയ്യുക. നിങ്ങളുടെ പോസ്റ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു 5 സെക്കൻഡ് റീസെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കീവേഡ്സ് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പൊ തന്നെ നോട്ട് ഡൗൺ ചെയ്തൊന്ന് വെക്കുക, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ ബ്ലാങ്ക് ആയി, നിങ്ങൾ 2 മിനിറ്റും 3 മിനിറ്റും ഒക്കെ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ, എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്പൊ ലീവ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റിട്ടേൺ ബാക്ക് ചെയ്തിട്ട് അത് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. സോ അതാണ് സിനാരിയോ 3 എന്ന് പറയുന്നത്. ഇനിയും സിനാരിയോ 4 ആണ്.
നമ്മള് എന്താ പറയാ വിചാരിക്കുകയാണ് ഇപ്പൊ ചിലവർക്ക് ഇപ്പം വളരെ എന്താ പറയാ ഇന്ന് എക്സാം ഉണ്ടെങ്കിൽ നാളെ എക്സാം കാണും, അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ എക്സാം കാണും. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ വളരെ എക്സ്പോസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ എക്സാം കഴിഞ്ഞു നിങ്ങൾ ഹോളിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ബാക്കിയുള്ളവരായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അവിടെ തന്നെ ചിലപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിൽക്കും. ബാക്കിയുള്ളവർ പറയും അത് അറ്റൻഡ് ചെയ്തോ, ഇത് അറ്റൻഡ് ചെയ്തോ, ഇതിന്റെ ആൻസർ അതായിരുന്നു, അതിന്റെ ഇത് ഇക്വേഷൻ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഡിസ്കഷൻസിലൊന്നും മാക്സിമം ഇൻവോൾവ് ആകാണ്ടിരിക്കുക. നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് 5 to 10 minutes ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങൾ സ്വയമേ ഒന്ന് മെന്റലി റിവ്യൂ ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. ഓക്കെ, ഇനിയിപ്പോ കുറച്ച് ടഫ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, നെക്സ്റ്റ് എക്സാം ഇതിൽ നല്ല ബെറ്റർ ആക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീട്ടിലേക്ക് പോവുക, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക, ലൈറ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഇന്നിപ്പോ എക്സാം എഴുതി, നാളെ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എക്സാം കാണും. അപ്പം നമ്മൾ ഒത്തിരി ഫുഡൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ നമുക്കത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നോൺ ഹെവി ഫുഡ്, ലൈറ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ വീട്ടിൽ പോയിട്ട് ഒന്നൊരു 30 to 40 minutes ഉറങ്ങുകയോ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. നിങ്ങൾ റിവിഷനിൽ മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഈ പറയുന്ന കീ ടോപ്പിക്സ് എന്തൊക്കെ കവർ ചെയ്യണം, അല്ലെങ്കിൽ സമ്മറീസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് കവർ ചെയ്യുക. അതിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ടും നോട്ട് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഹെവി ഫുഡും കഴിച്ച് അതേപോലെ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് എക്സാം ഹോളിലും 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടയർഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഈ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതാണ് നമ്മൾ സിനാരിയോ 4 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എക്സാം ഡേ റിലേറ്റഡ് ആയിട്ട് ഒരു ബ്ലൂ പ്രിന്റ്, ഒരു 1 പേജ് ഗൈഡ് നിങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം ചോദിച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ഒരു 4 ബോക്സ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തെടുക്കുക. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് എക്സാം ഡീറ്റെയിൽസ്, പിന്നെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് മോർണിംഗ് റുട്ടീൻ, ഇനിയിപ്പം അതിന്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ ലോവർ സൈഡിൽ ബാക്ക് ചെക്ക് ലിസ്റ്റ് കൊടുക്കുക. ആൻഡ് റൈറ്റ് സൈഡിൽ ഇൻസൈഡ് ഹോൾ ആൻഡ് ആഫ്റ്റർ എക്സാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 4 ലേഔട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പേജിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോ അതിൽ എന്തൊക്കെയാ എഴുതേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ വാട്ട് ടു റൈറ്റ് ഇൻ യുവർ ബ്ലൂ പ്രിന്റ്. എക്സാം ഡീറ്റെയില് നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് എക്സാം ആണ്, ഏത് ഡേറ്റിലാണ്, ഏത് ടൈമിലാണ്. ചില എക്സാം നിങ്ങൾക്ക് മോർണിംഗ് ആയിരിക്കും, ചില എക്സാം ചിലപ്പോൾ ആഫ്റ്റർനൂൺ ആയിരിക്കും അല്ലെ. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എഴുതുക. ഇനി നിങ്ങൾക്ക് ആ എക്സാമിന്റെ സബ്ജക്ട് കോഡും നെയിമും അറിയായിരിക്കുമല്ലോ. സോ അതും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. ഇനി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ എക്സാം സെന്ററിലേക്ക് എത്ര ദൂരമുണ്ട്, അതേപോലെ നിങ്ങൾ എത്ര സമയത്താണ് അവിടെ എത്തേണ്ടത്, ആ ഒരു റിപ്പോർട്ടിംഗ് ടൈമും ട്രാവൽ ടൈമും ഒക്കെ നിങ്ങൾ ആ ഒരു എക്സാം ഡീറ്റെയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ അത് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മുടെ ബാക്ക് ചെക്ക് ലിസ്റ്റ് ആണ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഈ പറയുന്ന ഒരു ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താ, നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ ആ ഒരു ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റ് എഴുതുക, ദെൻ ID പ്രൂഫ്, അതേപോലെ തന്നെ പെൻ, സ്പെയർ ആയിട്ടുള്ള ഒരു പെൻ, ഒറ്റ പേനയും കൊണ്ടൊന്നും ആരും പോവാൻ നിൽക്കല്ല, ഒരു 2-3 പേനയൊക്കെ കരുതുക. അതായത് മഷിയുള്ള പേനയാണ് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ സിമ്പിൾ വാച്ച്, ഓക്കെ, സിമ്പിൾ വാച്ച് നിങ്ങൾ കൊണ്ടുപോവുക, അലൗഡ് ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. വാട്ടർ ബോട്ടിൽ ആൻഡ് സ്മോൾ സ്നാക്ക്, ഇതൊക്കെ അലൗഡ്. ഓക്കെ, അലൗഡ് ആണെങ്കിൽ മാത്രം ഈ പറയുന്ന സ്മോൾ സ്നാക്കും വാട്ടർ ബോട്ടിലും ഒക്കെ എടുക്കുക. പിന്നെ നിങ്ങളുടെ മോർണിംഗ് റുട്ടീനിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, എത്ര മണിക്ക് നിങ്ങൾ എണീക്കും, അതുപോലെ നിങ്ങൾ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ഏത് എക്സാം ആണോ, ഏത് സബ്ജക്ട് ആണോ അത് നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ ചെയ്യണം അല്ലെ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യും, അത് നിങ്ങളുടെ മോർണിംഗ് റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഇപ്പൊ ഹോളിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഫോളോ ചെയ്യണം, ഓക്കെ, എന്തൊക്കെ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് ആ ഒരു മിനിറ്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അതേപോലെ ഓരോ ക്വസ്റ്റിനും എത്ര ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ നിങ്ങൾ ഇൻ കേസ് സ്ട്രെസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സുകളുടെ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ബോക്സ് ബ്രീത്തിങ്ങും അഫർമേഷനും അങ്ങനെയുള്ള നമ്പർ റീസെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം, അതായത് എക്സാം ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക. അതേപോലെ തന്നെ
റെസ്റ്റ് എടുക്കുക, അടുത്ത ദിവസത്തേക്കുള്ള എക്സാമിന് വേണ്ടി പഠിക്കുക. ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ആഫ്റ്റർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ബ്ലൂ പ്രിന്റ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു എക്സാം ഡേയിലുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബ്ലൂ പ്രിന്റ് എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു ബ്ലൂ പ്രിന്റ്, ഈ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കാം. ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, സോ അതും നിങ്ങൾ നോക്കുക. സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് എക്സാമിന് നിങ്ങൾക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സ്ട്രെസ് ഉണ്ടാവാന്ന് പറയുന്നത് നോർമൽ ആണ് അല്ലെ. പക്ഷെ നമ്മളത് ഓവർ ആക്കി എന്ത് ചെയ്യാൻ പാടില്ല. എക്സാം നമ്മള് എന്താ ഒരു മോശപ്പെട്ട രീതിയിൽ എഴുതാണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് ടെമ്പററി ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. നിങ്ങളുടെ ലൈഫ് ടൈം നിങ്ങളുടെ കൂടെ ഉള്ളത് ഈ പറഞ്ഞ എഫേർട്ടും ഗ്രോത്തും ഒക്കെ ആയിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ ഒറ്റയ്ക്കല്ല, ലേൺ വൈസ് ടീം, നമ്മളുടെ കമ്മ്യൂണിറ്റി എല്ലാം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസ്സസും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുക അല്ലെ, ആ ഒരു എയിമിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എക്സാം നല്ല രീതിയിൽ എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെയുള്ള ഒരു പൊട്ടൻഷ്യൽ എല്ലാവരിലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും, ഈ പറഞ്ഞ സ്ട്രാറ്റജീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ താഴെ പറയുന്ന ജസ്റ്റ് ആ ഒരു 3 ലൈൻ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വെക്കുക. മാനേജ് യുവർ മൈൻഡ് വിത്ത് സിമ്പിൾ ടൂൾസ്, മാനേജ് യുവർ ടൈം വിത്ത് എ ക്ലിയർ പ്ലാൻ ആൻഡ് വർക്ക് ഇൻ വിത്ത് യുവർ എക്സാം ഡേ ബ്ലൂ പ്രിന്റ്. ഓക്കെ, അപ്പൊ ബ്ലൂ പ്രിന്റ് നിങ്ങൾ എന്താ ചെയ്യാ, മറക്കാണ്ട് തന്നെ. ഓക്കെ, ഇനിയിപ്പം എക്സാം ഡേ എന്നാണോ അതിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ ഒക്കെ ആയിട്ട് ആ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യു എക്സാം. ബെസ്റ്റ് വിഷസ്.